അപ്പൊ നമുക്കിനി നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ന്യൂറോൺസിനെ പറ്റിയാണ്. ഇപ്പൊ ന്യൂറോൺസ്, സിനാപ്സ് ഒക്കെ നമ്മൾ എന്താന്ന് പഠിച്ചു. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടൈപ്സ് ഓഫ് ന്യൂറോൺസ്, 3 തരത്തിലുള്ള ന്യൂറോൺസ് ആണ് നമുക്കുള്ളത്. സെൻസറി ന്യൂറോൺ, 2 ഇന്റർ ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ. ഓരോന്നിന്റെ സ്ട്രക്ചർ വെച്ച് എന്താ നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം ഇതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സെൻസറി ന്യൂറോൺ ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ഓർഗൻസ് ടു ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. നമ്മുടെ ഒരു റിസപ്റ്ററിൽ റിസീവ് ചെയ്യുന്ന ഇമ്പൾസ് എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു? ബ്രെയിനിലേക്കോ സ്പൈനൽ കോഡിലേക്കോ കൊണ്ടുപോകുന്ന ക്യാരി ചെയ്യുന്ന ന്യൂറോൺസ് വിളിക്കുന്ന പേരാണ് സെൻസറി ന്യൂറോൺസ്. ഇനി നോക്കിക്കേ, മോട്ടോർ ന്യൂറോൺ. മോട്ടോർ ന്യൂറോൺ എന്ന് പറയുമ്പോൾ ക്യാരീസ് ഇമ്പൾസ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അതായത് ഇമ്പൾസ് ബ്രെയിനും സ്പൈനൽ കോഡിനും കിട്ടി. ഇത് ഇനി എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ, നമ്മുടെ മസിൽസിലേക്കോ ഗ്ലാൻഡിലേക്കോ തരുന്ന ഇൻഫർമേഷൻസ് വരുന്ന ന്യൂറോൺസിനെ വിളിക്കുന്ന പേരാണ് മോട്ടോർ ന്യൂറോൺ. ഇനി നമുക്ക് ഒരു സ്പെസിഫിക് ന്യൂറോൺ ഉണ്ട്, ഇന്റർ ന്യൂറോൺ. ഇന്റർ ന്യൂറോൺ എന്ന് പറയുമ്പോഴത്തേക്കും സെൻസറി ന്യൂറോണിനെയും മോട്ടോർ ന്യൂറോണിനെയും കണക്ട് ചെയ്യുന്ന ഒരു ന്യൂറോൺ ആണ്. നോക്കിക്കേ, കണക്ട് സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ വിത്തിൻ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഇത് റിഫ്ലെക്സ് ആക്ഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും ഇത് എന്താന്നുള്ളത്. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഇത് പറയാമേ, നോക്കാം. ഇതുപോലെ തന്നെ ന്യൂറോൺ പോലെ തന്നെ നെർവ്സ് ഉണ്ട്. എന്താ നെർവ്സ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചതാണ് ഒരു ന്യൂറോണിന്റെ സ്ട്രക്ചർ. നമുക്കറിയാം അതിനൊരു സെൽ ബോഡി ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഒരു ആക്സോൺ ഉണ്ട്. പിന്നെ ആക്സോൺ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രാഞ്ച് ചെയ്യുന്നുണ്ട്. ആക്സോൺ ബ്രാഞ്ച് ചെയ്തിട്ട് ആക്സോണൈറ്റും അതുപോലെ തന്നെ സിനാപ്റ്റിക് നോബും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ സെൽ ബോഡിയാണ് ഇവിടെ നമുക്ക് ഡെൻഡ്രൈറ്റ് കാണാൻ വേണ്ടി പറ്റുന്നത്, നമ്മൾ പഠിച്ചായിരുന്നു. സോ ഈ ആക്സോണുകളുടെ ഒരു ഗ്രൂപ്പിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആക്സോൺസ് ഒക്കെ ചിലപ്പോൾ ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് കൂട്ടമായിട്ട് കാണാം. സോ ദാറ്റ് ഈസ് കോൾഡ് നെർവ് സെൽസ്. നമുക്ക് നോക്കാം. നെർവ്സ് ആർ മേഡ് അപ്പ് ഓഫ് ആക്സോൺസ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ്. ഒരു ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസിന്റെ ആക്സോൺസ് ഒരുമിച്ചിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ്. അതിനെ കവർ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഒരു ഫാറ്റോ അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് അതിനെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ദീസ് ആർ കോൾഡ് നെർവ്സ്. നമ്മൾ ന്യൂറോണിൽ പറഞ്ഞതുപോലെ അതേ ക്ലാസിഫിക്കേഷൻ നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നുണ്ട്, നെർവ്സിലും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒന്നാമത്തെ എന്താണ്? സെൻസറി നെർവ്സ്, മോട്ടോർ നെർവ്സ്, മിക്സഡ് നെർവ്സ്. ഇവിടെ ഇന്റർ നെർവ്സ് അല്ല, പകരം മിക്സഡ് നെർവ്സ് ആണ്. ഇവ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫങ്ഷൻസ് നോക്കിക്കേ. സെൻസറി നെർവ്, സെൻസറി ന്യൂറോൺസ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ഫ്രം ദ സെൻസ് ഓർഗൻസ് ടു ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻസ് ഓർഗൻസിൽ നിന്നും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ഇമ്പൾസ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസിനെ നമ്മൾ എന്ത് വിളിക്കാം? സെൻസറി നെർവ് എന്ന് വിളിക്കാം. ഇനി എന്താ മോട്ടോർ നെർവ്? മോട്ടോർ ന്യൂറോൺ കൊണ്ട് ഉണ്ടാക്കിയ നെർവ്, ഒരു ഗ്രൂപ്പ് ഓഫ് മോട്ടോർ ന്യൂറോൺ ആണ് മോട്ടോർ നെർവ് എന്ന് വിളിക്കാം. അത് എന്തായിരിക്കും ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിനിൽ നിന്നോ സ്പൈനൽ കോഡിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ ഇഫക്റ്റഡ് ഓർഗനിലേക്ക് കൊണ്ടുവരുന്ന ഡ്യൂട്ടി ആയിരിക്കും അവരും ചെയ്യാം. എന്നാൽ മിക്സഡ് ന്യൂറോൺ എന്ന് പറയുന്നത് നേരത്തെ പഠിച്ചതിന് കുറച്ച് വ്യത്യാസമാണ്. ഇറ്റ് ക്യാരി ബോത്ത് സെൻസറി ആൻഡ് മോട്ടോർ ന്യൂറോൺ. അതിൽ രണ്ടുപേരും കാണാം. രണ്ട് കാര്യങ്ങളും ക്യാരി ചെയ്യുന്ന ന്യൂറോൺസിനെ മിക്സ് ചെയ്ത് വിളിക്കുന്ന പേരാണ്. മിക്സ് ചെയ്ത് രണ്ട് പണിയും അവർ ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് മിക്സഡ് ന്യൂറോൺ. സോ ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ടു ആൻഡ് ഫ്രം ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള നെർവ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ദേ ആർ കോൾഡ് മിക്സഡ് നെർവ് എന്നുള്ളത്. ക്ലിയർ ആണോ? ഇൻ മെനി സിറ്റുവേഷൻ അവർ ബോഡി റെസ്പോണ്ട് ടു സ്റ്റിമുലസ്. സ്റ്റിമുലസ് എന്താണെന്നും റെസ്പോൺസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നു. ത്രൂ നെർവസ് സിസ്റ്റം വഴിയാണ് നമ്മൾ സെൻസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. സോ വി സെൻസ് സംതിങ് ആൻഡ് ദെൻ ഗിവ് എ റെസ്പോൺസ് ആൻഡ് വി ആർ കോൺഷ്യസ് ഓഫ് ഇറ്റ്. ബട്ട് ആക്ടിവിറ്റീസ് ലൈക്ക് നമുക്കറിയാം ചില കോൺഷ്യസ് ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് കൈ ഇടിച്ചു അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസ് നമ്മുടെ കോൺഷ്യസ്നെസ്സിലാണ് നമ്മൾ അതിന് റിപ്ലൈ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക. എന്നാൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ അല്ലാത്ത കുറെ കാര്യങ്ങളും നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ബ്രെയിനും സ്പൈനൽ കോഡും ആണ്. അപ്പൊ ഇവർ തന്നെയാണോ ഇതെല്ലാം ചെയ്യുന്നത്? നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ അല്ലാത്ത കുറെ കാര്യങ്ങളില്ലേ? ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്, ഡൈജഷൻ, ഇതൊന്നും നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ നടക്കുന്ന കാര്യങ്ങളല്ല. സോ ഇതെല്ലാം നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം തന്നെയാണോ ചെയ്യുന്നത്? നമുക്ക് നോക്കാം. അതോ വേറെ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് നോക്കാം. നോക്കിക്കേ, ദിസ് ഷോസ് ദാറ്റ് ഇൻ അഡീഷൻ ടു സെൻട്രൽ നെർവസ് സിസ്റ്റം അനദർ സിസ്റ്റം ഫങ്ഷനിങ് ഓട്ടോമാറ്റിക്കലി. നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലാതെ വേറൊരു സിസ്റ്റം കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കത് പഠിക്കാനുണ്ട്. നോക്കാം. നോക്കിക്കേ, ദിസ് സിസ്റ്റം ഈസ് കോൾഡ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിന് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്തൊക്കെയാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രലും അതുപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിച്ചതാണ്. ഇനി പെരിഫറൽ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച കുറച്ച് നെർവ്സ് ആണ്. ക്രേനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും നമ്മൾ പഠിച്ചിരുന്നു. നമ്മൾ പറഞ്ഞു നമ്മുടെ കോൺഷ്യസ് കൺട്രോൾ അല്ലാത്ത കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ല, അതല്ലാത്ത ഒരു സ്പെഷ്യൽ സിസ്റ്റം ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നു. അതിനെന്താ വിളിക്കാം? ഓട്ടോണോമസ്
നെർവസ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. അതായത് നമ്മുടെ കോൺഷ്യസ് കൺട്രോളുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനാണ് ബ്രെയിനും സ്പൈനൽ കോഡും ഇൻക്ലൂഡ് ആയിട്ട് നമുക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റം ഉള്ളത്. എന്നാൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിലല്ലാത്ത കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ഇവരല്ലാതെ മറ്റൊരു സിസ്റ്റം കൂടി ഉണ്ട്. ദേ ആർ കോൾഡ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. നമുക്ക് നോക്കാം അത് എന്താണെന്നുള്ളത്. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ഇസ് എ പാർട്ട് ഓഫ് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം. നമ്മൾ ഓൾറെഡി പറഞ്ഞു. That regulate body activities by itself. It include the sympathetic nervous system and the parasympathetic nervous system. Important ആണ്, ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കും, ശ്രദ്ധിച്ച് പഠിച്ചോളെ. സോ നമ്മൾ പഠിക്കുന്ന ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്ത രണ്ട് സിസ്റ്റം ആണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. സോ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്താ പറയുന്നത്? എക്യുപ്സ് ബോഡി ടു റെസ്പോണ്ട് ബോഡി ഡ്യൂറിംഗ് എമർജൻസി സിറ്റുവേഷൻ. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ കോൺഷ്യസ് കൺട്രോളിലല്ല നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ ആരാ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിലെ ആരാണ്? സിമ്പത്തറ്റിക് സിസ്റ്റം ആണ്. അതുപോലെ എന്തുകൊണ്ട്? പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും ഉണ്ട്. ആൻഡ് ദേ പ്രിപ്പയർ ദ ബോഡി ടു റിലാക്സ് ആൻഡ് പെർഫോം റൂട്ടീൻ ഫംഗ്ഷൻ സച്ച് ആസ് ഡൈജഷൻ. ഡൈജഷൻ പോലത്തെ ഫംഗ്ഷൻ നമ്മുടെ കയ്യിലല്ല, നമ്മുടെ കോൺഷ്യസ് കൺട്രോളിലല്ല. അത്തരം റിലാക്സേഷൻ ഉള്ള സമയം നടക്കുന്ന കോൺഷ്യസ് കൺട്രോളിലല്ലാത്ത ആക്ടിവിറ്റീസ് നടത്താനാണ് നമുക്ക് ആര് ഹെൽപ്പ് ചെയ്യുന്നത്? പാരാസിമ്പത്തറ്റിക് സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ എക്സാമ്പിൾസ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നതെന്ന് പഠിക്കാൻ നോക്കാം. നോക്കിക്കേ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളൊരു ഇലുസ്ട്രേഷൻ ആണ്. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. എല്ലാം എവിടെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. സിമ്പത്തറ്റിക് സിസ്റ്റം ആൻഡ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. സിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കിന് എന്തിനാണ് നമുക്ക് വേണ്ടത്? എമർജൻസി സിറ്റുവേഷൻ സമയത്താണ്. എന്താണ്? എമർജൻസി സിറ്റുവേഷൻ സമയത്താണ് നമുക്ക് ആര് വേണ്ടത്? സിമ്പത്തറ്റിക് സിസ്റ്റം നമുക്ക് റെസ്പോണ്ട് ചെയ്യണം. സിമ്പത്തറ്റിക് സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഒരു പട്ടി കടിക്കാൻ വരുന്നു എന്ന് വിചാരിക്കാം. അതൊരു എമർജൻസി സിറ്റുവേഷൻ ആണല്ലോ, നമ്മൾ വിചാരിച്ചിരിക്കാത്ത കാര്യമാണല്ലോ ഒരു പട്ടി കടിക്കാൻ വരിക എന്നുള്ളത്. അപ്പൊ നമ്മുടെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യും? സോ അത് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സിമ്പത്തറ്റിക് സിസ്റ്റം വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നോക്കിക്കേ, കണ്ണിന്റെ പ്യൂപ്പിൾ ആണ് എന്ത് ചെയ്തേക്കുന്നത്? ഡയലേറ്റ് ചെയ്യുന്ന എഴുതേക്കുന്നത്. പ്യൂപ്പിൾ എന്ത് ചെയ്യും? നല്ലോണം തുറക്കും. കണ്ണൊക്കെ നമ്മൾ പേടിക്കുമല്ലോ, പട്ടിയെ കണ്ട് പേടിക്കും. അപ്പൊ നമ്മുടെ പ്യൂപ്പിൾ എന്ത് ചെയ്യും? ഡയലേറ്റ് ചെയ്യും. കണ്ണിന്റെ ആ ഒരു ഗ്യാപ്പിനാണ് പ്യൂപ്പിൾ എന്ന് വിളിക്കുക. അടുത്ത ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പ്യൂപ്പിളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഒന്നും കൂടെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഇപ്പൊ ഇത് മനസ്സിലാക്കുക. കണ്ണിന്റെ പ്യൂപ്പിൾ ആ ഒരു ഗ്യാപ്പ് എന്ത് ചെയ്യും? നല്ലോണം വലുതാവും. പേടിയായിട്ടേ നമുക്ക് അതിങ്ങനെ വലുതാവുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വായൊക്കെ പറ്റി വരളൂ അല്ലെ, നമ്മുടെ തൊണ്ടയൊക്കെ വരണ്ടു പോവും പേടിച്ചിട്ട്. അപ്പോൾ സലൈവ എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യും. എമർജൻസി സിറ്റുവേഷനുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഹാർട്ട് ബീറ്റ് ഡിക്രീസ് ചെയ്യും. നമുക്ക് പേടി വന്നിട്ട് ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യും? കൂടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും, മനസ്സിലാവും. അതുപോലെ തന്നെ ലങ്സ്, ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ കിതയ്ക്കും. ആ സമയത്ത് എക്സ്പാൻഡ് ചെയ്യും. ആര്? ലങ്സ് എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സ്ലോസ് ഡൗൺ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ. നമുക്ക് ആ സമയത്ത് വിശപ്പോടെ ഒന്നും വിശക്കത്തൊന്നുമില്ല. നമുക്ക് ഒരു പ്രത്യേക ഒരു സിറ്റുവേഷൻ പേടിയായിരിക്കും അല്ലെ, അപ്പൊ നമ്മുടെ ഡൈജഷൻ എല്ലാം സ്ലോ ഡൗൺ ചെയ്യുന്നു. അതുപോലെ തന്നെ ഹോർമോൺ പ്രൊഡക്ഷൻസ് കൂടുന്നു. അതായത് ഈ എമർജൻസി ഹോർമോൺസ് ഉണ്ട് ചില, നമുക്ക് കിഡ്നിയുടെ മുകളിൽ ഇരിക്കുന്ന അഡ്രിനൽ ഹോർമോൺസ്, അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ഹോർമോൺസ് ഉണ്ട്. സോ അവരെല്ലാം എമർജൻസി ഹോർമോൺസ് എന്ന് അറിയപ്പെടും. അപ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ അവരുടെ പ്രൊഡക്ഷൻ കൂടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ്, ഇൻറ്റസ്റ്റൈനിലൊക്കെ ഫുഡ് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് പോകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. സോ അതെല്ലാം സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരു സമയമാണിത്. അതുപോലെ തന്നെ റീറ്റെയിൻസ് യൂറിൻ, നമുക്ക് യൂറിൻ എന്ത് ചെയ്യും? ബ്ലാഡറിൽ റീറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സും ഈ സമയം നടക്കുന്നത്. അതായത് എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ബോഡി ഇങ്ങനെയാണ്, മനസ്സിലാവുന്നു. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരായിരുന്നു? സിമ്പത്തറ്റിക് സിസ്റ്റം. ഏത് ബ്രാഞ്ചിലായിരുന്നു? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിലെ സിമ്പത്തറ്റിക് സിസ്റ്റം ആണ് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ആ പട്ടി പോയി, നമുക്കിപ്പോ ആ പേടിയൊന്നുമില്ല, ആ എമർജൻസി സിറ്റുവേഷൻ അങ്ങ് കഴിഞ്ഞു. അപ്പൊ ഏത് ബ്രാഞ്ച് ആണ് ആക്ടിവേറ്റ് ആവുക? പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ആയിരിക്കും ആക്ടിവേറ്റ് ആവുക. പാരാസിമ്പത്തറ്റിക് ആയിരിക്കും ആക്ടിവേറ്റ് ആവുക. അവിടെ നോക്കിക്കേ, പ്യൂപ്പിൾ നേരത്തെ ഡയലേറ്റ് ചെയ്തിരുന്നത് ഇപ്പൊ എന്തായി? കൺസ്ട്രിക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ ഇപ്പൊ നമുക്ക് നോർമലായി. ഇപ്പൊ നമുക്ക് പേടിയോ തൊണ്ട വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോ ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് സലൈവ. അതുപോലെ ഹാർട്ട് ബീറ്റ്, ഇപ്പൊ പേടിയില്ലല്ലോ, ഹാർട്ട് ബീറ്റ് ഒന്നും അത്രയും കൂടേണ്ട ആവശ്യമില്ല, നോർമൽ ലെവലിലേക്ക് വരുന്നു. ലങ്സും നേരത്തെ എക്സ്പാൻഡ് ചെയ്തിരുന്നതാണ്, ഇപ്പോഴും അതിന്റെ ആവശ്യമില്ല, കൺസ്ട്രിക്റ്റ് ചെയ്ത് നോർമൽ സൈസിലേക്ക് വരുന്നു. ഡൈജഷൻ റീസ്റ്റാർട്ട് ചെയ്യുന്നു. പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് എല്ലാം നല്ല പ്രോപ്പറായിട്ട് നടക്കുന്നു. യൂറിൻ റീറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഈ രണ്ട് സിറ്റുവേഷനും നമ്മുടെ കോൺഷ്യസ് കൺട്രോളിലല്ലാതെ നടക്കുന്നു. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ആണ്. ഇത് രണ്ടും ക്ലാസിഫൈ ചെയ്ത് പഠിച്ചോണം. അങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. നിങ്ങൾ കുറച്ച് എക്സാമ്പിൾ എന്നിട്ട് ഇതിൽ ഏതാണെന്ന് ക്ലാസിഫൈ ചെയ്യാനും ചോദിക്കും. ഇപ്പോൾ രണ്ട് മാറിപ്പോകരുത്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഡയലേറ്റ് ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ള ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആ സിറ്റുവേഷൻ വെച്ചത് ഹാൻഡിൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആ എമർജൻസി സിറ്റുവേഷൻ എന്താണെന്ന് ആലോചിച്ചത് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ശ്രദ്ധിച്ച് പഠിക്കാം കേട്ടോ. ഇതിനെ ഒന്നും കൂടെ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതേ ഉള്ളൂ. ഇതെന്താണ്? സിമ്പത്തറ്റിക് സിസ്റ്റം ആണ്. ഇവിടെ
ഒരു ടൈഗറിനെയാണ് കാണിച്ചിരിക്കുന്നത്, പട്ടിയല്ല. പകരം ടൈഗർ ആണെന്ന് എന്ത് വന്നാലും നമുക്ക് പേടിയാണല്ലോ. സോ അങ്ങനെ വന്നാൽ നമുക്ക് എന്തൊക്കെ പറ്റുന്ന പീപ്പിളുടെ അതേ സെയിം സാധനം തന്നെ കൊടുത്തേക്കുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കൊടുത്തേക്കുന്നത്. അത് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ഓർത്ത് വെക്കാനും എളുപ്പമായിരിക്കും. ഓക്കെ ആണോ? ഇനി ഇത് സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം വെച്ചിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ടേബിൾ ആണ്, ഫിൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സിമ്പത്തറ്റിക് എന്ന് പറയുമ്പോൾ എമർജൻസി ആണ്. എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് ആലോചിച്ചാൽ പാരാസിമ്പത്തറ്റിക് ഈസി ആയിട്ട് കിട്ടും. ഒരെണ്ണം പഠിച്ചാൽ മതി, മറ്റത് എഴുതാൻ വേണ്ടി പറ്റും. പ്യൂപ്പിൾ എന്തായി എന്ത് ചെയ്യും? ഡയലേറ്റ് ചെയ്യുന്നതാണ് സിമ്പത്തറ്റിക് സിസ്റ്റം, ഡയലേറ്റ് ചെയ്യും. അതുപോലെ സലൈവറി ഗ്ലാൻഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സലൈവറി ഗ്ലാൻഡ് സലൈവ എന്ത് ചെയ്യും? ഇവിടെ സലൈവ ഡിക്രീസ് ചെയ്തേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ബ്രോങ്ക്യോളൊക്കെ എന്തായിരിക്കും? എക്സ്പാൻഡ് ആയിരിക്കും, നിറയെ എയർ വേണം, നമ്മൾ കിതയ്ക്കാറുണ്ട്. ഹാർട്ട് ബീറ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അഡ്രിനൽ ഗ്ലാൻഡിലെ ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ കൂടും. ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ കൂടും. അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഒരു എമർജൻസി ഗ്ലാൻഡ് ആണ് കേട്ടോ. എമർജൻസി സമയത്ത് നമ്മുടെ കിഡ്നിയുടെ മുകളിൽ ഇരിക്കുന്ന അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നും ചില ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവരാണ് അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്. ആ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ഈ എമർജൻസി ഹോർമോൺസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ എന്നൊക്കെ പറഞ്ഞ്, എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ എന്നൊക്കെ പറഞ്ഞ് ഹോർമോൺസ് പഠിക്കാനുണ്ട്. ഹോർമോൺസ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ പഠിക്കാം. ഇപ്പോൾ ഹോർമോൺസ്, എമർജൻസി ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ കൂടുമെന്ന് മാത്രം പഠിക്കാം. സ്റ്റൊമക്കിലെ ഡൈജഷൻ നടക്കുമോ? ഇല്ല. ഡൈജഷൻ എന്ത് ചെയ്യും? സ്ലോസ് ഡൗൺ ചെയ്യും. സ്മോൾ ഇൻഡസ്റ്റൈനിലെ പെരിസ്റ്റാൾസിസം സ്പീഡപ്പ് ആവുമോ? ഇല്ല. പെരിസ്റ്റാൾസിസം സ്ലോ ഡൗൺ ആയിരിക്കും. യൂറിനറി ബ്ലാഡറിൽ എന്ത് റീറ്റെയിൻ ചെയ്യും? യൂറിൻ റീറ്റെയിൻ ചെയ്യും. ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റേത് എഴുതാൻ വേണ്ടി എന്തായിരിക്കും? ഈസി ആയിരിക്കും കേട്ടോ. ശരി. ഡോണ്ട് വി വിത്ഡ്രോ അവർ ഹാൻഡ്സ് വെൻ വി ടച്ച് എ ഹോട്ട് ഒബ്ജക്ട് അൺനോയിങ്ലി. അതായത് ഒരു ഹോട്ട് ഒബ്ജക്ട് നമ്മൾ അറിയാതെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ എന്തായാലും പെട്ടെന്ന് നമ്മൾ തിരിച്ചെടുക്കുമല്ലോ. അത് നമ്മൾ ചൂടുവെള്ളം പൊള്ളട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കത്തില്ലല്ലോ. അതായത് ചൂടിൽ തട്ടിയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ എന്ത് ചെയ്യും? നമ്മൾ വിത്ഡ്രോ ചെയ്യും. നേരത്തെ പറഞ്ഞില്ലേ സെൻസറി ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, അതിന്റെ ആപ്ലിക്കേഷൻ ഇവിടെയാണ് വരുന്നത്. ഇവിടെയാണ് ഇത് കൂടുതൽ ഡീറ്റെയിൽ പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാമേ. നോക്കിക്കേ, എന്താണ് കുറച്ച് അൺനോയിങ്ലി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. ബ്ലിങ്കിങ് ഓഫ് ഐസ് വെൻ ബ്രൈറ്റ് ലൈറ്റ് ഫോൾസ് ഓൺ ദം. അതായത് കണ്ണില് അധികമായിട്ട് വെട്ടടിക്കുമ്പോൾ നമ്മൾ കണ്ണങ്ങനെ മിന്നും അല്ലേ. സോ അത് എന്താണ്? നമ്മൾ അൺനോയിങ്ലി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതുപോലെ വിത്ഡ്രോവൽ ഓഫ് ഹാൻഡ് വെൻ ടച്ചിങ് എ ഹോട്ട് ഒബ്ജക്ട്. ദോശക്കല്ലോ മറ്റോ ചൂട് കാര്യങ്ങളിൽ നമ്മൾ കൈ കൊള്ളുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ വിത്ഡ്രോ ചെയ്യും. സലൈവേഷൻ ഓൺ സീയിങ് ആൻഡ് സ്മെല്ലിംഗ് ഡെലീഷ്യസ് ഫുഡ് കാണുമ്പോഴത്തേക്കും നമ്മുടെ വായിൽ വെള്ളം വരുന്നതൊക്കെ എന്താ? നമ്മൾ അൺനോയിങ്ലി ചെയ്യുന്ന കാര്യങ്ങളാണ്. നീ ജർക്ക് റിയാക്ഷൻ വെൻ നീ ഈസ് സ്ട്രക്ക് വിത്ത് എ ഹാമർ. നമ്മുടെ മുട്ടിലെ അതൊരു എക്സ്പെരിമെന്റ് ആയിട്ട് പറയുന്നതാണ്. അപ്പൊ മുട്ടിലൊക്കെ നമ്മൾ ഈ ഹാമർ പോലത്തെ ചെറിയ റബ്ബർ ഹാമറൊക്കെ വെച്ചിട്ട് അടിക്കുവാണെങ്കിൽ നമ്മുടെ കാലിങ്ങനെ നമ്മൾ ഒരു വൈബ്രേറ്റ് ചെയ്ത് നമ്മൾ അത് റിഫ്ലക്ട് ചെയ്യാറുണ്ട്, നമ്മൾ മാറ്റാറുണ്ട് എടുത്ത്. അതുപോലെ വിത്ഡ്രോവൽ ഓഫ് ലെഗ് വെൻ പ്രിക്ഡ് ബൈ എ ടോൺ. മുള്ളു കുത്തുമ്പോഴത്തേക്കും നമ്മുടെ കാല് നമ്മൾ വലിക്കുമല്ലോ. ഇതൊക്കെ എന്താണ്? അൺനോയിങ്ലി നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇത് എന്തുകൊണ്ടാണ്? ഇത് എന്തെങ്കിലും നമ്മൾ ഈ പഠിക്കുന്ന കാര്യമായിട്ട് ബന്ധമുണ്ടോ? നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ശ്രദ്ധിക്കണേ. അപ്പോ സ്പോണ്ടേനിയസ് റെസ്പോൺസ് എന്താണ്? റിഫ്ലെക്സ് ആക്ഷൻ. നമ്മൾ ഈ പറഞ്ഞതെല്ലാം തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു ആക്ഷൻ ആണ്. സോ ദേ ആർ നോൺ ആസ് റിഫ്ലെക്സ് ആക്ഷൻ. Reflex actions are reactions that occur spontaneously and involuntarily in response to a stimulus. ഒരു സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ, ഒരു ചേഞ്ച് നമ്മുടെ ബോഡിയിൽ ഇന്റേണലിയോ എക്സ്റ്റേണലിയോ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യും. അത് സ്പോണ്ടേനിയസ് ആയിട്ടും അല്ലെങ്കിൽ അൺനോയിങ് ആയിട്ടും അല്ലെങ്കിൽ ഇൻവോളണ്ടറി നമ്മൾ അറിയാതെ തന്നെ ചെയ്യുന്നതാണെങ്കിൽ ദാറ്റ് ആക്ഷൻ ഈസ് കോൾഡ് റിഫ്ലെക്സ് ആക്ഷൻ. ഇമ്പോർട്ടന്റ് ആണ് റിഫ്ലെക്സ് ആക്ഷൻ. So these actions can originate from both spinal cord and brain. അപ്പോ നമ്മൾ പറഞ്ഞു നമ്മുടെ കോൺഷ്യസ്നെസ്സിലുള്ള ആക്ഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനും സ്പൈനൽ കോഡും ആണ്. ഇൻവോളണ്ടറി അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ട് നടക്കുന്ന ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് ഒക്കെ ചെയ്യുന്നത് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ആണെന്നും പറഞ്ഞു. സോ ഈ ഒരു റിഫ്ലെക്സ് ആക്ഷൻ ചെയ്യുന്നത് നമ്മുടെ അറിവോട് കൂടി തന്നെയാണ്, പക്ഷെ സ്പോണ്ടേനിയസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് സ്പോണ്ടേനിയസ് ആണ്. സോ ഇത്തരം റിഫ്ലെക്സ് ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ ആകാം അല്ലെങ്കിൽ സ്പൈനൽ കോഡും ആകാം. മോസ്റ്റ്ലി സ്പൈനൽ കോഡ് ആണ് ഈ റിഫ്ലെക്സ് ആക്ഷൻസ് കൺട്രോൾ ചെയ്യുക കേട്ടോ. So the pathway through which impulses are transmitted in a reflex action is called reflex arc. അപ്പോ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റിമുലസ് കിട്ടി, നമ്മൾ ഹോട്ട് ഒബ്ജക്റ്റിൽ തൊട്ടു, അതിപ്പോ നമ്മൾ എന്ത് ചെയ്തു? റിഫ്ലെക്സ് ആയിട്ട് കൈ മാറ്റി. ഇതാണ് നമ്മുടെ സ്റ്റിമുലസും റെസ്പോൺസും. സോ ഇതൊരു പാത്തായിട്ട് ഇത് നടക്കാൻ ഒരു വഴിയുണ്ട്. അതായത് ചില ന്യൂറോൺസ് ഇതിനെ കൊണ്ടുപോയി സ്പൈനൽ കോഡിന് കൊടുക്കുന്നു, സ്പൈനൽ കോഡ് ഇതിനെ ബ്രെയിനിലേക്ക് അയക്കുന്നു. മാത്രമല്ല ഈ ബ്രെയിനോട് ഈ സ്പൈനൽ കോഡ് നമ്മുടെ അടുത്ത് പറയുവാണ് ഏത് മസിൽസ് ആണ് മാറേണ്ടത്, റെസ്പോണ്ട് ചെയ്യേണ്ടത് പറഞ്ഞു തരുവാണ്. സോ ഇതൊരു പാത്വേ ആയിട്ട് നടക്കുവാണ്. സോ ദിസ് പാത്ത് ഈസ് കോൾഡ് റിഫ്ലെക്സ് ആർക്ക്. അപ്പൊ റിഫ്ലെക്സ് ആക്ഷനും പഠിക്കണം, റിഫ്ലെക്സ് ആർക്കും പഠിക്കണം. റിഫ്ലെക്സ് ആക്ഷൻ എന്താണെന്ന് മനസ്സിലായി. ഒരു സ്റ്റിമുലസ് കിട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന രീതി. ഇനി നടക്കുന്ന ഒരു പാത്വേ ഉണ്ട്, ദാറ്റ് പാത്വേ ഈസ് കോൾഡ് റിഫ്ലെക്സ് ആർക്ക് എന്ന് വിളിക്കും. നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. നോക്കിക്കേ, ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു റിസപ്റ്റർ, ഒരു ഹീറ്റ് പാനില് നമ്മളെ കൈ തട്ടുന്നു. അപ്പോ ഈ ഒരു സ്റ്റിമുലസ് നമ്മുടെ
സ്പൈനൽ കോഡിലോ ബ്രെയിനിലോ എത്തിയാൽ മാത്രമേ നമ്മുടെ കൈ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ, ആ ഒരു റിഫ്ലക്സ് നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഇത് ആരാണ് സ്പൈനൽ കോഡിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ എത്തിക്കുന്നത്, ആരാണ് തിരിച്ച് ഇൻഫർമേഷൻ നമുക്ക് തരുന്നത്, കൈ മാറ്റാനുള്ള ഇൻഫർമേഷൻ തരുന്നത്, ആ പാത്വേ എന്ത് പേര് വിളിക്കുമെന്നാ പറഞ്ഞേ, റിഫ്ലക്സ് ആർക്ക് എന്നാണ് കേട്ടോ. നോക്കാം. സോ ഇവിടെ നോക്കിക്കേ, റിസപ്റ്റർ അല്ലെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ റിസപ്റ്റേഴ്സിന്റെ സ്കിന്നാണ് ഇവിടെ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്ന ആള്. ഇനി അവിടെ നിന്നുള്ള നെർവ്സിനെ വിളിക്കുന്ന പേരെന്താണ്, സെൻസറി ന്യൂറോൺ. നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചാണ് 3 ടൈപ്പ് ന്യൂറോൺസ് ഉണ്ടെന്ന്. അതിൽ സെൻസറി ന്യൂറോൺ എന്തായിരുന്നു, ഈ എഫക്റ്റീവ് റീജിയനിൽ നിന്നും സ്പൈനൽ കോഡിലേക്കോ അല്ലെങ്കിൽ ബ്രെയിനിലേക്കോ ഈ ഒരു ഇമ്പൾസിനെ കൊണ്ടെത്തിക്കുന്ന ആളാണ് നമ്മുടെ സെൻസറി ന്യൂറോൺ. അത് അവരുടെ പ്രവൃത്തി കൃത്യമായിട്ട് ചെയ്യുന്നു. ഇവിടെ ഇത് കാണിച്ചേക്കുന്നത് സ്പൈനൽ കോഡാണ് കേട്ടോ. ഈ സ്പൈനൽ കോഡ് ആണ് കാണിച്ചേക്കുന്നത്. സ്ട്രക്ചർ ഒക്കെ ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഇനി ആ സ്പൈനൽ കോഡിൽ എത്തിയതിനു ശേഷം ഇവിടെ നിന്ന് ആ സ്പൈനൽ കോഡിൽ നിന്ന് ഇൻഫർമേഷൻ പോകുന്ന കണ്ടോ, ഈ പോകുന്ന ഒരു ന്യൂറോണിനെ കണ്ടോ, ആ ന്യൂറോണിന് എന്താ വരച്ചേ, മോട്ടോർ ന്യൂറോൺ. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ഓൾറെഡി. മോട്ടോർ ന്യൂറോൺ എന്താ ചെയ്യുന്നത്, ബ്രെയിനിൽ നിന്നോ സ്പൈനൽ കോഡിൽ നിന്നോ ആ ഒരു എന്താണ് ചെയ്യേണ്ടുള്ള റെസ്പോൺസ് നമ്മുടെ ഇഫക്റ്റർ റീജിയനിലേക്ക് അയക്കുന്ന ആളാണ് മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്നത്. പക്ഷെ അപ്പൊ എന്താ ഈ ഇന്റർ ന്യൂറോൺ, നമ്മൾ 3 ആൾക്കാരെ പഠിച്ചല്ലോ, ഒന്ന് സെൻസറി, ഒന്ന് മോട്ടോർ, പിന്നെ ഒന്നാണ് നമ്മൾ പഠിച്ചത് ഇന്റർ ന്യൂറോൺ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇന്റർ ന്യൂറോൺ, റിലേ ന്യൂറോൺ അഥവാ ഇന്റർ ന്യൂറോൺ എന്ന് വിളിക്കും. ഇന്റർ ന്യൂറോൺ. ഇന്റർ ന്യൂറോൺ എന്താ ചെയ്യാന്നറിയാമോ, ഈ സെൻസറി ന്യൂറോണിനെയും മോട്ടോർ ന്യൂറോണിനെയും തമ്മിൽ കണക്ട് ചെയ്ത് ഈ ഒരു കണക്ഷൻ, ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ഇന്റർ ന്യൂറോൺ. നമുക്ക് ഇങ്ങനെ പറയാം, ഇന്റർ ന്യൂറോൺ കണക്ട് സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ. ക്ലിയർ ആണോ പറയുന്നത്? അപ്പൊ നമ്മൾ ന്യൂറോൺസ് ഓൾറെഡി പഠിച്ചത് കൊണ്ട് അതിന്റെ ആപ്ലിക്കേഷൻ ഇവിടെയാണ് വരുന്നത്. എങ്ങനെയാണ് ഈ ന്യൂറോൺസ് ഹെൽപ്പ് ചെയ്യുക, അവരെവിടെയാ ഹെൽപ്പ് ചെയ്യുക, റിഫ്ലക്സ് ആക്ഷനിൽ റിഫ്ലക്സ് ആർക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ക്ലിയർ ആണോ? ഇതുപോലത്തെ 1-2 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പൊ കുറച്ചും കൂടെ എനിക്ക് ഐഡിയ ക്ലിയർ ആവും. ഇവിടെ നോക്കിക്കേ, ഇതാണ് നീ ജെർക്ക്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നീ ജെർക്ക്, കാലിൽ എന്തെങ്കിലും ഒരു ഹാമർ കൊണ്ട് നമ്മൾ ഹിറ്റ് ചെയ്യുമ്പോൾ നീ ഇങ്ങനെ ജെർക്ക് ചെയ്യും. അതാണ് നീ ജെർക്ക് എക്സ്പെരിമെന്റ് കേട്ടോ. നോക്കിക്കേ, ഇവിടെ നമ്മൾ ഈ ഒരു നീ ജെർക്ക് കൊടുക്കുന്ന സമയത്ത് ദാ ഇവിടെ നിന്ന് ഈ ഒരു സ്ട്രെച്ച് റിസപ്റ്റർ ദാ ഇവിടെ നമുക്ക് റിസീവ് ചെയ്തു. ആ സ്റ്റിമുലസിനെ റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇതിനെ സെൻസറി ന്യൂറോണിന്റെ ഹെൽപ്പോട് കൂടി നേരെ സ്പൈനൽ കോഡിലേക്ക് കൊണ്ടുപോയി. ഈ സ്പൈനൽ കോഡിൽ എത്തിയതിനു ശേഷം അത് എന്താ ചെയ്തത്, തിരിച്ച് ദാ അവിടെ നിന്ന് ഈ ഇൻഫർമേഷൻ കൊണ്ട് വരുവാണ്, തിരിച്ച് കാല് മാറ്റിക്കോ എന്നുള്ള ഇൻഫർമേഷനും കൊണ്ട് തിരിച്ചു വരുവാണ്. കണ്ടോ? അപ്പോ സെൻസറി ന്യൂറോൺ ഓക്കെ ആയി, മോട്ടോർ ന്യൂറോണും ഓക്കെ ആയി. പക്ഷേ ഈ സ്പൈനൽ കോഡിൽ ഈ ഒരു ഇൻഫർമേഷൻസ് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ കണക്ഷൻ ഈസ് ഡൺ ബൈ ആരാണ്, ഇന്റർ ന്യൂറോൺ. ഈ ഒരു കണക്ഷൻ ചെയ്യുന്നത് ആരാണ്, ഇന്റർ ന്യൂറോൺ. ഇത് വേറൊരു എക്സ്പെരിമെന്റ് ആണ്, വേറൊരു എക്സാമ്പിൾ ആണ്. ഇതും അതുപോലെ തന്നെയാണ്. ഇതിനെ ഒന്നും കൂടെ കാണിച്ച് ആ എക്സ്പെരിമെന്റ് ആ ഒരു സെൻസറി ന്യൂറോൺ എന്താണ്, മോട്ടോർ ന്യൂറോൺ എന്താണ് ക്ലിയർ ആക്കിയേക്കാണ്. ഇവിടുത്തെ സ്റ്റിമുലസ് എന്താണ്, ഈ ഒരു ചൂട് ക്യാൻഡിലാണ്, ക്യാൻഡിൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ അറിയാതെ കൈ കൊണ്ട് വെക്കുന്നു. സോ അത് നമ്മളെ സെൻസറി ന്യൂറോൺ വഴി എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതാ, സെൻസറി ന്യൂറോൺ വഴി അത് എങ്ങോട്ടേക്ക് കൊണ്ടുപോയി, സ്പൈനൽ കോഡിലേക്ക് കൊണ്ടുപോയി തിരിച്ച് കൈ മാറ്റിക്കോളൂ എന്നുള്ള ഇൻഫർമേഷൻ കൊണ്ട് മോട്ടോർ ന്യൂറോൺ കൊണ്ടുവരികയാണ്. എവിടെയാ കൊണ്ടുവരുന്നത്, ഏത് മസിലാണോ മാറ്റേണ്ടത്, അതായത് മൂവ്മെന്റിനെ ആരാണോ ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് അവർക്കാണ് ആ ഒരു ഇൻഫർമേഷൻസ് എത്തിക്കുക കേട്ടോ. ഇനി ഇവരെ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന ഒരു ന്യൂറോൺ ഇവിടെ കാണാൻ വേണ്ടി പറ്റും, ദാറ്റ് ആർ കോൾഡ് ഇന്റർ ന്യൂറോൺ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നേ. പറഞ്ഞ കാര്യം തന്നെയാണ്. സെൻസറി ന്യൂറോൺ എന്താണ്, ഇന്റർ ന്യൂറോൺ എന്താണ്, മോട്ടോർ ന്യൂറോൺ എന്താണ്, ഇഫക്ടർ എന്താണെന്നുള്ളതാണ്. ഇഫക്ടർ എന്താണ്, പ്രൊഡ്യൂസസ് റെസ്പോൺസ്. റെസ്പോണ്ട് ഉണ്ടാക്കുന്ന ആരാണോ, ഇപ്പൊ ഏതൊരു മസിൽ ആകാം, ചിലപ്പോൾ ഒരു ഗ്ലാൻഡ് ആകാം. അപ്പോൾ അവരെയാണ് എന്ത് വിളിക്കുന്നത്, ഇഫക്ടർ എന്ന് വിളിക്കുന്നത്. സെൻസറിയും മോട്ടോറും ഇന്റർ ന്യൂറോണും പറഞ്ഞ് മനസ്സിലായി. ഇനി ബ്ലിങ്കിങ് ഓഫ് ഐസ്. അപ്പൊ ഞാനിതൊരു ബ്ലിങ്കിങ് ഓഫ് ഐസിനെ എങ്ങനെ നമുക്ക് ഒരു റിഫ്ലക്സ് ആർക്ക് പോലെ കാണിക്കാം, അല്ലെങ്കിൽ റിഫ്ലക്സ് ആക്ഷൻ എങ്ങനെ കാണിക്കാം എന്നുള്ള കൊടുത്തേക്കുന്നത്. അവിടെ കിട്ടിയ സ്റ്റിമുലസ് എന്തായിരുന്നു, ആ ഒരു ബ്രൈറ്റ് ലൈറ്റ് ആണ് അവിടെ കിട്ടിയ സ്റ്റിമുലസ്. ഇനി ഇവിടുത്തെ റിസപ്റ്റർ ആരാണ്, റെറ്റിനയ്ക്കകത്തുള്ള ഫോട്ടോ റിസപ്റ്റേഴ്സ് ആണ്. സോ റെറ്റിന സെൻസസ് ദ ലൈറ്റ്. സെൻസറി ന്യൂറോൺ എന്ത് ചെയ്യുന്നു, ഇറ്റ് ക്യാരീസ് ദ ഇമ്പൾസ് ടു ദ ബ്രെയിൻ. ബ്രെയിനിലേക്ക് ഇതിനെ അതായത് എവിടെയാണോ നമ്മുടെ വിഷ്വൽ സെന്റർ അവിടേക്ക് ഇതിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നു. ഇന്റർ ന്യൂറോൺ എന്ത് ചെയ്യുന്നു, പ്രോസസ് ദ ബ്രെയിൻ സ്റ്റെം. ഈ ഒരു ഇൻഫർമേഷൻസ് കണക്ട് ചെയ്ത് പ്രോസസ് ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് മോട്ടോർ ന്യൂറോൺ എന്ത് ചെയ്യുന്നു, സെൻസ് ഇമ്പൾസ് ദ ഐലിഡ്. എന്ത് ചെയ്യാൻ വേണ്ടി, കണ്ണ് അടയ്ക്കാൻ വേണ്ടിയുള്ള ഇമ്പൾസ് ഐലിഡ്സിന് ഇൻഫർമേഷൻസ് കൊടുക്കുന്നു. ദെൻ ഇഫക്റ്റർ ആയിട്ടുള്ള ഐലിഡ് മസിൽസ് എന്ത് ചെയ്യുന്നു, കണ്ണ് ക്ലോസ് ചെയ്യുന്നു. സോ റെസ്പോൺസ് എന്ത് കിട്ടി, നമുക്ക് ഐ ക്ലോസ് എന്നുള്ള റെസ്പോൺസ് കിട്ടും. ഇന്റർ ന്യൂറോൺസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സ് എന്താണെന്ന് അവർ എന്ത് ചെയ്യുന്നുണ്ട്, എന്താ പ്രോസസ് എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇന്റർ ന്യൂറോൺസ് കേട്ടോ. അടുത്തത് സ്നീസിങ്, നമ്മൾ തുമ്മുന്ന കാര്യം. ഇപ്പൊ നേസൽ ഇറിറ്റേഷൻ ആണ് അവിടുത്തെ ഒരു സ്റ്റിമുലസ്. ഡസ്റ്റോ ഇറിറ്റന്റോ ആകാം. അത് എന്ത് ചെയ്യുന്നു, നമ്മുടെ നേസൽ ലൈനിങ്ങുള്ള റിസപ്റ്റേഴ്സ് അതിനെ റിസീവ് ചെയ്യുന്നു. സെൻസറി ന്യൂറോൺ ഈ ഇൻഫർമേഷൻ എവിടോട്ട് ക്യാരി ചെയ്യുന്നു, സ്പൈനൽ കോഡിലേക്ക്, ബ്രെയിനിലേക്കോ അത് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. മിക്കവാറും ഈ റിഫ്ലക്സ് ആക്ഷൻസ് ചെയ്യുന്നത്
നമ്മുടെ കൈയോ കാലോ ഒക്കെ ആണെങ്കിൽ സ്പൈനൽ കോഡ് ആയിരിക്കും. ഫേസുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഭാഗത്താണ് നമുക്ക് ഈ സ്റ്റിമുലസ് കിട്ടുന്നതെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നത് മെയിൻലി ആരായിരിക്കും? ബ്രെയിൻ ആയിരിക്കും. അപ്പൊ കണ്ണും മൂക്കും ഒക്കെ ബ്രെയിനിന് നിയർ ആയതുകൊണ്ട് ബ്രെയിൻ തന്നെ ആയിരിക്കും ഈ റിഫ്ലക്സ് ആക്ഷൻസ് കൺട്രോൾ ചെയ്യുക. ബട്ട് നോർമലി റിഫ്ലക്സ് ആക്ഷൻസ് കൺട്രോൾഡ് ബൈ സ്പൈനൽ കോഡ് ആണ്. ക്ലിയർ ആണോ പറയുന്നത്? ഇവിടെ പറഞ്ഞേക്കുന്നത് നേസൽ സ്നീസിങ്ങിന്റെ കാര്യമാണ്. സോ സ്റ്റിമുലസ് ഡസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റന്റ് ആകാം. അത് കഴിഞ്ഞ് സെൻസറി ന്യൂറോൺ എന്ത് ചെയ്യുന്നു? ഈ ഒരു സ്റ്റിമുലസിനെയും ക്യാരി ചെയ്ത് ബ്രെയിനിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇന്റർ ന്യൂറോൺ എന്ത് ചെയ്യുന്നു? ഇതിനെ പ്രോസസ് ചെയ്യുന്നു, ഈ സിഗ്നൽസിനെ പ്രോസസ് ചെയ്ത് മനസ്സിലാക്കുന്നു. മോട്ടോർ ന്യൂറോണിന്റെ അടുത്ത് പറയുവാണ് ഈ ഇൻഫർമേഷൻസ് കൊണ്ട് ക്യാരി ചെയ്തോളപ്പോൾ മോട്ടോർ ന്യൂറോൺ എന്ത് ചെയ്യുന്നു? ഈ ഇൻഫർമേഷൻ ഏതാണോ ഇഫക്റ്റഡ് മസിൽസ് അവിടേക്ക് എന്ത് ചെയ്യുന്നു? ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നു. സോ എന്താ റെസ്പോൺസ്? എയർ എക്സ്പെൽ ഫോഴ്സ്ഫുള്ളി. ഈ ഒരു ഡസ്റ്റിനെയും കൂടെ ഉൾപ്പെടുത്തി അതെന്ത് ചെയ്യും? നമ്മൾ സ്നീസ് ചെയ്ത് പുറത്തേക്ക് കളയും. ഇതാണ് സ്നീസിങ്ങിന്റെ ഒരു റിഫ്ലെക്സ് ആർക്ക് പറയുവാണെങ്കിൽ പറയാൻ പറ്റുന്നത്. അതുപോലെ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞേക്കുന്നു. കോഫിംഗ് ഓൾസോ ത്രോട്ട് ഇറിറ്റേഷൻ വരുമ്പോഴത്തേക്കിനുള്ളതും എന്താണ് നമുക്ക് ഒരു റിഫ്ലക്സ് ആക്ഷൻ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് റിഫ്ലക്സ് ആക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്സ് ആർക്ക് എന്താണ്, ആ പാത്വേ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നോക്കിയേ, ഇവിടെ സിഗ്നിഫിക്കൻസ് ഓഫ് റിഫ്ലക്സ് ആർക്ക് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് റിഫ്ലക്സ് ആർക്ക് എന്ന് വെച്ചാൽ പ്രൊവൈഡ്സ് ക്വിക്ക് ആൻഡ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ടു സ്റ്റിമുലസ്. ഒരു സ്റ്റിമുലസ് ഉണ്ടായ അതിന്റെ ക്വിക്ക് റെസ്പോൺസ് ഉണ്ടാക്കാൻ വേണ്ടി ആർക്ക് സാധിക്കുന്നുണ്ട്? റിഫ്ലക്സ് ആക്ഷൻ. അതായത് പെട്ടെന്നുള്ളൊരു റെസ്പോൺസ് കൊടുക്കണമെങ്കിൽ നമുക്ക് ആരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? റിഫ്ലക്സ് ആക്ഷൻസ് ആണ്. അതുപോലെ തന്നെ പ്രൊട്ടക്ട് ദ ബോഡി ഫ്രം ഹാംഫുൾ സിറ്റുവേഷൻ. ഒരു ഹാംഫുൾ സിറ്റുവേഷൻ നമുക്ക് പെട്ടെന്ന്, അതായത് ചൂട് പാത്രത്തിൽ കൈതൊട്ട് പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യാനും അല്ലെങ്കിൽ കാലിൽ മുള്ളു കുത്തിയാൽ റെസ്പോൺസ് നമുക്ക് തരുന്നത് റിഫ്ലക്സ് ആക്ഷൻ ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസം പോലെ ആക്ട് ചെയ്യുന്നത്, നമുക്ക് സ്വന്തമായിട്ട് ഡിഫൻസ് ചെയ്യാനൊരു മെക്കാനിസം ആയിട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു റിഫ്ലക്സ് ആർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. മെയിൻറ്റെയിൻ നോർമൽ ബോഡി ഫംഗ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിൻറ്റെയിനിങ് പോസ്ചർ ആൻഡ് ബാലൻസ് ഓഫ് ദ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബേർഡൻ ഓഫ് ദ ബ്രെയിൻ, അതായത് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുമ്പോൾ മെയിൻലി സ്പൈനൽ കോഡാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഇൻഫർമേഷൻസ് എവിടെ പോയിട്ട് ആവശ്യമില്ല, ബ്രെയിനിലേക്ക് ഓഫ് കോഴ്സ് പോകുന്നുണ്ട്. നമുക്ക് പെയിൻ എല്ലാം ഫീൽ ചെയ്യണമെങ്കിൽ ബ്രെയിനിലേക്ക് പോയേ പറ്റത്തുള്ളൂ. എന്നാലും ആദ്യം ഈ സ്പൈനൽ കോഡ് അതിന് എന്ത് ചെയ്യുന്നു? ഇമ്മീഡിയറ്റ് റെസ്പോൺസ് കൊടുത്തതിന് ശേഷമാണ് ബ്രെയിനിലേക്ക് ഈ ഇൻഫർമേഷൻസ് എത്തുക. സോ ബ്രെയിനിന്റെ ബേർഡൻ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡി ഹെൽപ്പ് ടു ബോഡി റെസ്പോൺസ് ടു സഡൻ സ്ട്രെസ് ഓർ റേഞ്ച്. നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഹ്യൂമൻ ബോഡിയുടെ ബ്രെയിൻ അല്ലെങ്കിൽ അവരുടെ സ്പൈനൽ കോഡ് എങ്ങനെയാണ് ഈ ഒരു ആക്ഷൻസും അല്ലെങ്കിൽ റെസ്പോൺസും സ്റ്റിമുലസും ഒക്കെ ഉണ്ടാവുന്ന എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇതുപോലെ തന്നെയാണോ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസത്തിലും അല്ലെങ്കിൽ മറ്റു ഓർഗാനിസത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഹൈഡ്ര. ഹൈഡ്രയിൽ എങ്ങനെയാണ് കോംപ്ലക്സിറ്റി ഓഫ് നെർവസ് സിസ്റ്റം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ന്യൂറൽ നെറ്റ്വർക്ക് വിത്ത് നോ കൺട്രോൾ സെന്റർ ഈസ് സീൻ. ഒരു ബ്രെയിൻ ആയിട്ട് ഒരു കൺട്രോൾ സെന്റർ ഒന്നും ആർക്ക് കാണുന്നില്ല? ഹൈഡ്രയ്ക്ക് കാണുന്നില്ല. പക്ഷെ ഓഫ് കോഴ്സ് എന്ത് കാണും? ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ട്. നെറ്റ്വർക്ക് പോലെ ബ്രാഞ്ചിങ് ഒക്കെ ഉള്ള ഒരു ന്യൂറൽ സെക്ഷൻ കാണുന്നുണ്ട്. പക്ഷെ എന്തായിട്ടൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല, ബ്രെയിൻ ആയിട്ട് ഒരു കോംപ്ലക്സിറ്റി ഒന്നും ഹൈഡ്രയിൽ കാണുന്നില്ല. അതുപോലെ പ്ലനേറിയ ആണെങ്കിലോ, a pair of nerve ganglia in the head region coordinate the instruction. ഹെഡ് റീജിയനിലായിട്ട് ഒരു ഗാംഗ്ലിയ, പക്ഷെ ഗ്രൂപ്പ് ഓഫ് നെർവിനെയാണ് നമ്മൾ ഗാംഗ്ലിയ എന്ന് വിളിക്കുക. സോ രണ്ട് ഗ്രൂപ്പായിട്ട് ഗാംഗ്ലിയ ഹെഡ് റീജിയനിൽ കാണുന്നുണ്ട്. ഇവയാണ് ബോഡി പാർട്സിലെ എല്ലാ കൺട്രോളും കോർഡിനേഷനും ചെയ്യുന്നത്. എവിടെയാണ്? പ്ലനേറിയൽ കേട്ടോ. ഇനി ഇൻസെക്ട്സ് പോലെയാണെങ്കിലോ, ഇൻസെക്ട്സിൽ നോക്കിക്കേ, the neurons in the head region unite to evolve into a clear and somewhat developed brain. somewhat പോലെ ബ്രെയിൻ പോലെ എന്തോ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ കാണുന്ന കോംപ്ലക്സിറ്റി ഒന്നും ഓഫ് കോഴ്സ് എവിടെ കാണത്തില്ല? ഇൻസെക്ട്സിൽ കാണത്തില്ല. അത് മാത്രമല്ല, the ganglia of paired nerve fibers emerging from this are seen in each segment. നമ്മൾ ഇൻസെക്ട് പറയുമ്പോൾ ഇൻസെക്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവര് സെഗ്മെന്റ് ഉള്ളവരാണ്. അവരുടെ ബോഡി പാർട്സ് മുഴുവൻ സെഗ്മെന്റ്സ് ഉണ്ടായിരിക്കും. ശരി, ഹണി ബി ആയിരുന്നാലും അല്ലെങ്കിൽ ഈ കോക്രോച്ചസ് ആയിരുന്നാലും ഇവരുടെയൊക്കെ ബോഡിയിൽ സെഗ്മെന്റ് കാണാൻ വേണ്ടി പറ്റും. സെഗ്മെന്റ്സ് ആയിട്ട് ഇവരുടെ ബോഡി പാർട്സ് എടുത്ത് നോക്കുവാണെങ്കിൽ, ഇങ്ങനെ ബോഡി പാർട്സ് എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ എന്ത് കാണാൻ വേണ്ടി പറ്റും? ഇങ്ങനെ സെഗ്മെന്റ്സ് കാണാൻ വേണ്ടി പറ്റും. സോ ഈ ഇൻസെക്ട്സിന്റെ സെഗ്മെന്റ്സിൽ എന്ത് കാണാൻ പറ്റും എന്ന് പറയുന്നത് ദ ഗാംഗ്ലിയ ഓഫ് പെയർഡ് നെർവ് ഫൈബേഴ്സ്. ഗാംഗ്ലിയ ആയിട്ട് ഓരോ സെഗ്മെന്റ്സിലും കാണാൻ വേണ്ടി പറ്റും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതാണ് ഇൻസെക്ടിന്റെ പ്രത്യേകത. അവർക്ക് എന്തില്ല, ഇത്ര ഒരു കോംപ്ലക്സിറ്റി ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. ഹ്യൂമൻ ബീങ്സിന്റെ അത്ര ഒരു കോംപ്ലക്സിറ്റി ഒരു ഇൻസെക്ടിലും അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിലും കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഇത്രയും ഒരു കോംപ്ലക്സ് ഓർഗാനിസം ആര് മാത്രമേ കാണത്തുള്ളൂ? ഹ്യൂമൻ ബീങ്സ് ആണെന്നാണ് പറയുന്നത്. ഇനി പ്രിക്വേഷൻസ് ആൻഡ് ഹാബിറ്റ്സ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് നെർവസ് സിസ്റ്റം. ഇനി നമ്മുടെ നെർവസ് സിസ്റ്റം നമുക്ക് ഇത്രയും കോംപ്ലക്സ് ആണെന്നും എത്രയൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് നമ്മൾ ഇത്രയും നേരമായിട്ട് പഠിക്കുവാണ് ഈ ചാപ്റ്ററിൽ. സോ ഇനി നമുക്ക് എങ്ങനെ അവരെ പ്രൊട്ടക്ട് ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ പ്രിക്വേഷൻസ് എടുക്കാം എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. യൂസ് എ ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ് എക്സെട്ര വൈൽ റൈഡിങ് മോട്ടോർ ഓർ ബൈക്ക്. നമുക്കറിയാം അല്ലെ, അതിപ്പോ എത്രയോ പെനാൽറ്റി കൊടുക്കുന്ന കാര്യമാണ് നമ്മൾ. അപ്പോൾ അത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ഹെൽത്തിന് വേണ്ടി തന്നെയാണ്. നമ്മുടെ ബ്രെയിനിന്റെ ഹെൽപ്പ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹെൽമെറ്റ് ധരിക്കണം അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടണം. ആക്സിഡന്റ് ഉണ്ടാകുമ്പോഴും പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മളൊരു റെസ്പോൺസിന് വേണ്ടിയിട്ട്. അതൊന്നും പറ്റിയില്ലെങ്കിലുള്ള അവസ്ഥ നമ്മൾ ആലോചിച്ചു. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ ഒരു കാര്യം പറഞ്ഞേക്കുന്നത്.
ടേക്ക് നെസറി പ്രിക്കോഷൻസ് വൈൽ പ്ലേയിങ്, കളിക്കുമ്പോഴൊക്കെയും ശ്രദ്ധിച്ച് കളിക്കാം. ടേക്ക് ബാത്ത് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ മേ കോസ് ഇൻഫെക്ഷൻസ്, ദെയർഫോർ അവോയ്ഡ് ദ സിറ്റുവേഷൻ. അതായത് നമുക്കിപ്പോൾ അറിയാം അമീബിക് മസ്തിഷ്കജ്വരം പോലത്തെ ഒരുപാട് ഡിസീസസ് ഉണ്ട്. അപ്പൊ കുളിക്കുമ്പോഴത് ബ്രെയിനെ ബാധിക്കുന്നതാണ്. സോ നമ്മൾ സ്റ്റാഗ്നന്റ് വാട്ടർ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ കുളിക്കുന്ന സമയത്ത് അതിൻ്റെതായ പ്രിക്കോഷൻസ് എടുക്കാം. സോ ദോസ് ഹു എൻഗേജ് ഇൻ ജോബ്സ് വിത്ത് റിസ്ക് ഓഫ് ബ്രെയിൻ ഇഞ്ചുറീസ് മസ്റ്റ് യൂസ് സേഫ്റ്റി എക്യുപ്മെന്റ്സ്. നമ്മളിപ്പം ഒരുപാട് ഇത് എങ്ങനെയൊക്കെ ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യാന്നാണ് പറയുന്നത്, ഓരോ സിറ്റുവേഷൻസ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ഈ കെട്ടിടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യണം, പ്രിക്കോഷൻസ് എടുത്ത് മാത്രമേ, ഹെഡിന് വേണ്ടിയുള്ള പ്രിക്കോഷൻസ് എടുത്ത് മാത്രമേ ജോലി ചെയ്യാവൂന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അവോയ്ഡ് ഹാബിറ്റ്സ് സച്ച് ആസ് സ്മോക്കിംഗ്, ആൽക്കഹോൾ കൺസംഷൻ ആൻഡ് ഡ്രഗ് അബ്യൂസ്, ഡു എക്സസൈസ്. ലാക്ക് ഓഫ് അഡിക്വേറ്റ് സ്ലീപ്പ് ക്യാൻ അഫക്ട് ദ ബ്രെയിൻ ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലേ സ്ലീപ്പ്, ആവശ്യത്തിന് സ്ലീപ്പ് ഇല്ല, ഉറക്കമില്ല. സോ അഡിക്വേറ്റ് സ്ലീപ്പ് കൊടുക്കാം, ബ്രെയിൻ ഫംഗ്ഷൻ നോർമൽ, അത് ബ്രെയിൻ ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് വിച്ച് ലീഡ്സ് ടു മെമ്മറി ലോസ്. ഉറക്കം ഇല്ലെങ്കിൽ മെമ്മറി ലോസ് ഉണ്ടാവാം, ആൻസൈറ്റി, ഡിഫിക്കൽട്ടി ഇൻ ലേണിംഗ് ആൻഡ് ഹിൻഡേഴ്സ് ഇമോഷണൽ ഡെവലപ്മെന്റ്. ഇതെല്ലാം ഹിൻഡർ ചെയ്യാൻ പ്രശ്നമാവാം. സോ ദെയർഫോർ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു സ്ലീപ്പ് അറ്റ്ലീസ്റ്റ് 8 to 10 hours a day ആണ്. 8 to 10 hours എന്താണ് ഒരു ദിവസം ഉറങ്ങണം. നല്ല ഉറക്കം കിട്ടിയാൽ മാത്രമേ ബ്രെയിൻ അത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്യാനും പറ്റുള്ളൂ. ഒരു സമ്മറായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചുകൊണ്ടിരുന്നത് പാത്ത് ഓഫ് എവല്യൂഷൻ എന്നായിരുന്നു. സോ എവല്യൂഷൻ ഈസ് എ ഗ്രാജുവൽ ഡെവലപ്മെന്റ് ഓഫ് കോംപ്ലക്സ് ഓർഗാനിസം ഫ്രം സിമ്പിൾ വൺസ്. നെർവസ് സിസ്റ്റം ഇവോൾവ് ഫ്രം സിമ്പിൾ സ്ട്രക്ചേഴ്സ് ടു കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ്. സിമ്പിൾ നിന്നും കോംപ്ലക്സിലേക്കാണ് ഓർഗാനിസംസ് എപ്പോഴും എന്ത് ചെയ്യുക, ഗ്രോ ചെയ്യുക. കോംപ്ലക്സ് നെർവസ് സിസ്റ്റം ഹെൽപ്സ് ഓർഗാനിസം ടു അഡാപ്റ്റ് ഇൻ ഡിഫറെന്റ് എൻവയോൺമെന്റ്. സോ കോംപ്ലക്സ് നെർവസ് സിസ്റ്റം വരുമ്പോൾ ഓരോ എൻവയോൺമെന്റിലും അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഓർഗാനിസത്തിനെയും എന്ത് ചെയ്യുവാണ്, ആ സിസ്റ്റം ഹെൽപ്പ് ചെയ്യും. ഡെവലപ്മെന്റ് ഓഫ് ബ്രെയിൻ ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ദ സർവൈവൽ ഓഫ് ദ ബെറ്റർ ഫംഗ്ഷനിങ്. ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടുണ്ട്, എവല്യൂഷനും അതുപോലെ തന്നെ ബെറ്റർ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട്. ഹ്യൂമൻ ബ്രെയിൻ ഇസ് ഹൈലി ഡെവലപ്ഡ് കമ്പയർഡ് ടു അതർ ഓർഗാനിസം. ഹൈലി ഡെവലപ്ഡ് ബ്രെയിൻ ആണ് ഹ്യൂമൻ ബീങ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ നിയോകോർട്ടക്സ് ഡെവലപ്മെന്റ് ലെഡ് ടു ഹയർ എബിലിറ്റീസ് ലൈക്ക് തിങ്കിങ് ആൻഡ് ഇന്റലിജൻസ്. അതായത് നിയോകോർട്ടക്സ് ഒരു പാർട്ടിന്റെ ഡെവലപ്മെന്റ് എന്തിലേക്ക് നയിക്കുന്നു, നമ്മൾ ഹൈ ഇന്റലിജൻസിനും അല്ലെങ്കിൽ ഹൈ തിങ്കിങ്ങിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു നിയോകോർട്ടക്സ് ആണെന്നാണ് പറയുന്നത്. And humans show advanced features like language, creativity and cognition. ഈ cognition, understanding പോലത്തെ അല്ലെങ്കിൽ ലാംഗ്വേജ്, ഒരുപാട് ലാംഗ്വേജ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതും ക്രിയേറ്റിവിറ്റി ഒക്കെ കാരണം എന്തുകൊണ്ടാണ്, നമ്മുടെ ബ്രെയിൻ ഇത്രയും ഡെവലപ്പ് ആയതുകൊണ്ടാണ്. നെർവസ് സിസ്റ്റം ഹെൽപ്സ് ഓർഗാനിസം ബിക്കം അവെയർ ഓഫ് ദെയർ സറൗണ്ടിങ്. നമ്മുടെ സറൗണ്ടിങ് എങ്ങനെയാണ് അവെയർ ആക്കുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് ഇത്രയും കോംപ്ലക്സ് നെർവസ് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ റെസ്പോണ്ടിങ് അപ്രോപ്രിയേറ്റ്ലി ടു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റിമുലസ്. ഇപ്പൊ പഠിച്ചത് എല്ലാം അതാണല്ലേ, സ്റ്റിമുലസ് എന്താണ്, റെസ്പോൺസ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്. സോ അതിനെല്ലാം കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാനും കോപ്പപ്പ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആര് തന്നെയാണ്, ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള സെൻട്രൽ നെർവസ് സിസ്റ്റം ഇൻക്ലൂഡിംഗ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് തന്നെയാണ്. ഇൻഫർമേഷൻ ഫ്രം സറൗണ്ടിങ്സ് ഇസ് റിസീവ്ഡ് ത്രൂ സെൻസ് ഓർഗൻ ആണ്. സെൻസ് ഓർഗൻ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ സെൻസ് ഓർഗൻസ് വഴിയാണ് നമുക്ക് ഈ സ്റ്റിമുലസ് എല്ലാം റിസീവ് ചെയ്യാൻ പറ്റുന്നത്. റിസെപ്റ്റേഴ്സ് വഴി റിസീവ് ചെയ്യുന്ന കാര്യം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചുവെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സെൻസ് ഓർഗനെ പറ്റി അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ സെൻസ് ഓർഗൻ സെൻഡ് ഇൻഫർമേഷൻ ടു ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻസ് ഓർഗനിലുള്ള സെൻസേഴ്സ് വഴി ഇവർ എന്ത് ചെയ്യുന്നു, ഈ ഇൻഫർമേഷൻസ് ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്യുന്നു. ആൻഡ് പ്രോപ്പർ കോർഡിനേഷൻ ബിറ്റ്വീൻ സെൻസ് ഓർഗൻ ആൻഡ് ബ്രെയിൻ ഈസ് എസെൻഷ്യൽ. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കിട്ടിയ റിസീവ് ചെയ്ത സ്റ്റിമുലസിനെ കൃത്യമായിട്ട് ബ്രെയിനിൽ എത്തിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെതായിട്ടുള്ള കറക്റ്റ് റെസ്പോൺസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത്രയാണ് നമുക്ക് സമ്മറി ആയിട്ട് പാത്ത് ഓഫ് എവല്യൂഷനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടേയിരുന്നത്. രണ്ട് പാർട്ട് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത്, ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഹ്യൂമൻ എവല്യൂഷനെ പറ്റിയായിരുന്നു. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും ബ്രെയിൻ, ഹ്യൂമൻ ബ്രെയിൻ, അതിന്റെ പാർട്സ്, അതിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ്, സെറിബെല്ലം പോലത്തെ പാർട്സുകളെ പറ്റിയും അവരുടെ ഫംഗ്ഷനെ പറ്റിയൊക്കെയാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്ത് നോക്കാം. Okay, redraw the figure of a neuron and label the following parts by writing their names. Important ആണ്. നിങ്ങൾക്ക് സ്ട്രക്ചർ റീഡ്രോ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കാണും. അതിൽ റീഡ്രോ ചെയ്യാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് ന്യൂറോൺസിൻ്റെത്. അതിന്റെ സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ് പോലുള്ള പാർട്സ് മാർക്ക് ചെയ്യാൻ, ലേബൽ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാട്ടോ. ദ പാർട്ട് ഓഫ് ദ ന്യൂറോൺ ദാറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം ദ അഡ്ജസന്റ് ന്യൂറോൺ. ഇങ്ങനെ ക്ലൂ ആണ് തന്നേക്കുന്നത്. അത് എ പാർട്ട് ഏതാണ്, ബി പാർട്ട് ഏതാണ്, സി പാർട്ട് ഏതാണ് ലേബൽ ചെയ്യാൻ ചോദിച്ചേക്കുന്നത്. പാർട്ട് ദാറ്റ് റിസീവ് ഇമ്പൾസ് ഫ്രം അഡ്ജസന്റ് ന്യൂറോൺ. അടുത്തുള്ള ന്യൂറോണിൽ നിന്നും ഇമ്പൾസ് റിസീവ് ചെയ്യുന്നത് ആരാണ്, ഡെൻഡ്രൈറ്റ് ആണ്. അപ്പൊ ഡെൻഡ്രൈറ്റ് നമ്മൾ എങ്ങനെയാ വരയ്ക്കുക നിങ്ങൾക്ക് അറിയാം. പാർട്ട് ദാറ്റ് കണ്ടെയ്ൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. സിനാപ്റ്റിക് നോബിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളത്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ എക്സാമ്പിൾസും ഇതുപോലെ നോക്കി വെച്ചേക്കുന്നത്. അസറ്റൈൽ കോളിൻ, ഡോപ്പാമിൻ പോലത്തെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ എക്സാമ്പിൾസും ചോദിക്കാം കേട്ടോ. അതുപോലെ പാർട്ട് ദാറ്റ് ആക്ട് ആസ് ഇൻസുലേറ്റർ. ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്, മൈലിൻ ഷീത്ത് ആണ് അല്ലെ. ആക്സോണിന് ചുറ്റും കാണുന്ന മൈലിൻ ഷീത്ത്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ബാക്ക് അടിച്ച് പോയി കാണുക. സോ ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന
മൈലിൻ ഷീത്താണ്. അപ്പൊ മൈലിൻ ഷീത്തിനെയും ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അറിയായിരിക്കും അല്ലേ? വരയ്ക്കണോ? ദാ ഇതുപോലെ ഡെൻഡ്രോൺ ഞാൻ വരച്ചു. ദാ ഇതുപോലെ ആക്സോൺ ഞാൻ വരച്ചു. ആക്സോൺ കഴിഞ്ഞ ആക്സോണിന്റെ ബ്രാഞ്ച് ഞാൻ വരച്ചു. ആക്സോണിന് ബ്രാഞ്ചസ് ഉണ്ട്, അതിൽ ആക്സോണൈറ്റുകൾ ഉണ്ടാവും. ഉറപ്പായിട്ടും ഡെൻഡ്രോണിന് എന്തുണ്ടായിരിക്കും? ബ്രാഞ്ചസ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഡെൻഡ്രൈറ്റ് എന്ന് പറയാം. സെൽ ബോഡി അതിൻ്റെ ന്യൂക്ലിയസ് ഉണ്ട്. ഇവിടെ ആക്സോണിന് ചുറ്റും ഇൻസുലേറ്റ് ചെയ്ത് എന്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്? മൈലിൻ ഷീത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് മാർക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്ന ഏതാണ്? എ എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. സോ ഇതാണ് എ, ഡെൻഡ്രൈറ്റ് എന്നുള്ളത് മാർക്ക് ചെയ്യുക. രണ്ടാമത്തത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കാണുന്നത് എവിടെയെന്നാണ് ചോദിച്ചേക്കുന്നത്? സിനാപ്റ്റിക് നോബിലാണ്. അപ്പൊ ബി എന്ന് മാർക്ക് ചെയ്തിട്ട് സിനാപ്റ്റിക് നോബ് എന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇൻസുലേറ്റഡ് ആക്ട് ചെയ്യുന്ന ആരെന്നാണ് ചോദിച്ചേക്കുന്നത്? സോ ഇത് എന്താണ്? സി, മൈലിൻ ഷീത്ത് ആണ് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് വരാനുള്ള ചാൻസ്. ന്യൂറോൺ ഇമ്പോർട്ടന്റ് ആണ്, വരച്ച് പഠിക്കണേ, അത് ഇമ്പോർട്ടന്റ് ആണ്. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ് അപ്രോപ്രിയേറ്റ് കോളംസ്. കുറെ പോയിന്റ്സ് തന്നിട്ടുണ്ട്, അതിനെ 2 കോളം ആക്കി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓൺലി ലോങ് നെക്ഡ് ജിറാഫ് സർവൈവ്, യൂസ് ആൻഡ് ഡിസ്യൂസ്, നാച്ചുറൽ സെലക്ഷൻ, വേരിയേഷൻ അക്വയർഡ് ഇൻ ദ ലൈഫ് സ്പാൻ ത്രൂ കണ്ടിന്യൂസ് യൂസ്, ജിറാഫ്സ് നെക്ക് ഇലോങ്ങേറ്റ്, ഇൻഹെറിറ്റൻസ് ഓഫ് വേരിയേഷൻ. കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ലാമാർക്കിസവും ഡാർവിനിസവും ഡിഫറൻസ് ആണ് കൊടുത്തേക്കുന്നത്. അതിനെ 2 ടേബിൾ ആക്കി ഏതിൽ വരുന്ന ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്, ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഈസിയാണ്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പാത്ത് ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാ കോൺസെപ്റ്റും പറഞ്ഞാണ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഡൗട്ടുള്ള പോർഷൻസും ഒന്ന് റിവൈൻഡ് ചെയ്ത് പോയി കാണുക കേട്ടോ. എല്ലാം മനസ്സിലാക്കി പഠിക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, എല്ലാ ക്വസ്റ്റ്യൻസും എഴുതാൻ പറ്റും. അതുപോലെ സ്ട്രക്ചർ മനസ്സിലാക്കി പഠിക്കുക. ന്യൂറോൺസിന്റെ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ബ്രെയിനിന്റെ സ്ട്രക്ചറും ഈ ചാപ്റ്റർ തന്നെയാണ് വരുന്നത്. സെറിബ്രം, സെറിബെല്ലം, ഓരോ പാർട്സ് അവരുടെ ഫംഗ്ഷൻസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. താങ്ക് യു.